നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അനുമതിയില്ലാതെ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചതിന് ഇസ്രായേലി പൗരൻ ആദ്യം പോലീസ് കസ്റ്റഡിയിലാകുന്നു, പിന്നീട് ജാമ്യത്തിൽ വിടുന്നു. സംഭവം നടക്കുന്നത് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്ത് വെച്ച്. ഇസ്രായേലിൽ നിന്ന് കുമരകത്ത് ടൂറിസം ആവശ്യങ്ങൾക്ക് എത്തിയതാണ് ഇസ്രായേലി പൗരൻ. കുമരകത്ത് നിന്ന് മൂന്നാറിലേക്ക് യാത്ര തിരിച്ചു. യാത്രാമധ്യേ മുണ്ടക്കയം എന്ന സ്ഥലത്തെത്തിയപ്പോൾ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കുകയായിരുന്നു. ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള സാറ്റലൈറ്റ് ഫോണാണ് ഇദ്ദേഹം ഉപയോഗിച്ചത്. ഇന്ത്യൻ ആർമിയുടെ നിരീക്ഷണത്തിൽ മുണ്ടക്കയം കേന്ദ്രീകരിച്ച് സാറ്റലൈറ്റ് ഫോൺ പ്രവർത്തിക്കുന്നുവെന്ന് കണ്ടെത്തി. തുടർന്ന് ഈ വിവരം അടിയന്തരമായി ഇന്റലിജൻസ് വിഭാഗത്തിന് കൈമാറി. ഇന്റലിജൻസ് വിഭാഗം മുഖേനയാണ് പോലീസിന് വിവരം ലഭിക്കുന്നത്. പിന്നാലെ പോലീസ് സംഘം പാഞ്ഞു. ഒടുവിൽ മുണ്ടക്കയത്ത് വെച്ച് ഇസ്രായേലി പൗരനെ പിടികൂടുന്നു. തുടർന്ന് ഇന്റലിജൻസും NIA ഉദ്യോഗസ്ഥരും ചേർന്ന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. സാറ്റലൈറ്റ് ഫോൺ പിടിച്ചെടുത്തു. മറ്റ് നിയമ നടപടികൾക്ക് ശേഷം സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചു. ടൂറിസ്റ്റ് വിസയിൽ താൻ ഇന്ത്യയിലെത്തിയതാണെന്നും സ്ഥലപരിചയം കുറവായതുകൊണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കണ്ടെത്താനാണ് ഫോൺ ഉപയോഗിച്ചത് എന്നും ഇദ്ദേഹം വ്യക്തമാക്കി. ഇവിടെ സാറ്റലൈറ്റ് ഫോണിന് നിരോധനമുണ്ട് എന്ന വിവരം തനിക്കറിയില്ല. ഫോൺ പരിശോധിച്ചതിൽ മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതുമില്ല. ഇസ്രായേൽ സ്വദേശിയായ ഡേവിഡ് എലി ലിസ്ബോണ എന്ന 75-കാരനെയാണ് പോലീസ് പിടികൂടിയത്. ഇസ്രായേലിൽ നിന്ന് കുമരകത്തെത്തിയതിനു പിന്നിലും മറ്റ് ദുരൂഹതകളില്ല എന്ന് പോലീസ് പറയുന്നു. ടൂറിസ്റ്റ് വിസയിലാണ് ഇദ്ദേഹം ഇന്ത്യയിലെത്തിയത്. ഇസ്രായേലിൽ നിന്നും കുമരകത്തെത്തിയ ഇദ്ദേഹം ഭാര്യയുമൊത്ത് തേക്കടിയിലേക്ക് പോകുന്ന വഴിയിലാണ് പിടിയിലായത് എന്ന് പോലീസ് പറഞ്ഞു. ആലപ്പുഴയിലെത്തിയ ഇദ്ദേഹം ആദ്യം സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചു. തുടർന്ന് ആർമിയുടെ ടെലികോം വിഭാഗം ഇത് കണ്ടെത്തി. ഇസ്രായേലി പൗരൻ ഇന്ത്യയിലേക്ക് വരുന്ന വഴി ദുബൈയിൽ വെച്ചാണ് സാറ്റലൈറ്റ് ഫോൺ വാങ്ങിയത്. മലയിലും കാട്ടിലുമൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാനാണ് താൻ സാറ്റലൈറ്റ് ഫോൺ വാങ്ങിയതെന്ന് ഇദ്ദേഹം പോലീസിനോട് പറഞ്ഞു. തുറായ കമ്പനിയുടേതാണ് ഈ സാറ്റലൈറ്റ് ഫോൺ. കേരളത്തിൽ ഇന്റർനെറ്റ് ദുർബലമായതുകൊണ്ട് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കാമെന്ന് കരുതി. ഇസ്രായേൽ പൗരത്വത്തിന് പുറമെ ജർമ്മൻ പൗരത്വവും ഇദ്ദേഹത്തിനുണ്ട്. യുദ്ധം നടക്കുന്നത് ഇസ്രായേലും ഹമാസുമായി. പക്ഷേ അതിൻ്റെ പല പ്രകമ്പനങ്ങളും ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്നു. ഏറ്റവും ഒടുവിൽ തൃത്താല ദേശോത്സവത്തിലാണ് ചില വിചിത്ര കാഴ്ചകൾ കേരളം കണ്ടത്. അത് കേരളത്തിന് പൊതുവെ വലിയ നാണക്കേടുണ്ടാക്കി. പാലക്കാട് തൃത്താലയിൽ പള്ളി ഉറൂസിന്റെ ഭാഗമായ ദേശോത്സവ ഘോഷയാത്രയിൽ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള യാത്ര. തറവാടികൾ തെക്കേ ഭാഗം, മിന്നൽപ്പട പവർ തെക്കേ ഭാഗം എന്നിങ്ങനെയുള്ള തലക്കെട്ടോടുകൂടിയാണ് ഭീകര സംഘടനയായ ഹമാസിന്റെ നേതാക്കളായ യഹ്യ സിൻവറിന്റെയും ഇസ്മയിൽ ഹനിയയുടെയും ഒക്കെ ചിത്രങ്ങളടങ്ങിയ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഒരു കൂട്ടം യുവാക്കൾ ആനപ്പുറത്തിരിക്കുമ്പോൾ ഈ ബാനറുകൾ ഉയർത്തിപ്പിടിച്ചു. യഹ്യ സിൻവാറിന്റെയും ഹനിയയുടെയും ഒക്കെ പോസ്റ്ററുകൾ പിടിച്ച് കൊച്ചുകുട്ടികൾ പോലും വഴിയോരത്ത് നിൽക്കുന്നു. ഘോഷയാത്രയിലുടനീളം ജനക്കൂട്ടം അവർക്കായി ആർപ്പ് വിളിച്ചു. സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധം അലയടിച്ചു. ദേശീയ തലത്തിലും ഇത് വലിയ വാർത്തയായി. കേരളത്തിലെ ഹമാസ് ആരാധകരെക്കുറിച്ചായിരുന്നു ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തകൾ നിറഞ്ഞത്. തൃത്താലയിൽ ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്രയിൽ 3000-ലധികം പേരാണ് പങ്കെടുത്തത്. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഹമാസ് നേതാക്കൾക്കൊക്കെ വലിയ സ്വീകാര്യതയും ആരാധകരുമുണ്ട് കേരളത്തിൽ എന്ന് ദേശീയ മാധ്യമങ്ങൾക്ക് മനസ്സിലായി. മന്ത്രി MB രാജേഷ്, കോൺഗ്രസ് നേതാവ് VT ബൽറാം എന്നിവരടക്കം ഫെസ്റ്റിൽ പങ്കെടുത്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇത് ചൂടേറിയ ഒട്ടനവധി ചർച്ചകൾക്കിടവരുത്തി. ചിലർ പരിപാടി ഒരു മതപരമായ ഉത്സവവുമായി ബന്ധപ്പെടുത്തിയെന്നാണ് ആക്ഷേപമുയർന്നത്. തൃത്താല ദേശോത്സവത്തിലെ ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് K സുരേന്ദ്രൻ ശക്തമായ വിമർശനങ്ങൾ ഉയർത്തി. ഉത്സവത്തിന്റെ സംഘാടക സമിതിയിൽ വിവിധ മതരാഷ്ട്രീയ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അവരെയൊക്കെ അവഹേളിക്കുന്ന തരത്തിലാണ് ഇത്തരം വിചിത്ര കാഴ്ചകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്നും ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ പറഞ്ഞത് ഇതൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവമെന്നാണ്. ഭരണകക്ഷിയും പ്രതിപക്ഷവുമൊക്കെ പ്രീണന രാഷ്ട്രീയം കളിക്കുകയാണ്. കേരളത്തിൽ ഒരു ഹമാസ് നേതാവ് പ്രസംഗിച്ച മുൻകാല സംഭവവുമായി അദ്ദേഹം ഈ എപ്പിസോഡിനെ ബന്ധപ്പെടുത്തി. തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു ഈ സംഭവം. ഹമാസും ഇസ്രയേലുമൊക്കെ എന്നും കേരളത്തിൽ സജീവ ചർച്ചയിലുള്ള വിഷയമാണ്. അതിനിടയിൽ ഒരു ഇസ്രയേലി പൗരൻ സാറ്റലൈറ്റ് ഫോണുമായി കേരളത്തിൽ പ്രത്യക്ഷപ്പെടുക, അതും നമ്മുടെ കോട്ടയം ജില്ലയിൽ. ഭൂമിയുടെ ചുറ്റുമുള്ള ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങളിൽ നിന്ന് സിഗ്നലുകൾ സ്വീകരിക്കുന്ന ഭൂമിയുടെ ഉപരിതല ടവറുകൾ വഴി സിഗ്നലുകൾ സ്വീകരിക്കാത്ത മൊബൈൽ ഉപകരണങ്ങളാണ് സാറ്റലൈറ്റ് ഫോണുകൾ. ഒരു സെൽഫോൺ ഉപയോഗിക്കാൻ കഴിയാത്ത പല സ്ഥലങ്ങളിലും പുറത്ത് പ്രവർത്തിക്കുന്നതിന് സാറ്റലൈറ്റ് ഫോൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു.
കേരളത്തിൽ സെൽഫോൺ വ്യാപകമായി ഉപയോഗിക്കാൻ കഴിയില്ല എന്നായിരുന്നു തൻ്റെ ചിന്തയെന്ന് ഇസ്രയേലി പൗരൻ പോലീസിനോട് പറഞ്ഞു. അത്ര നിർദോഷമാണോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ? അതല്ല എന്തെങ്കിലും ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നോ ഈ സാറ്റലൈറ്റ് ഫോണുകൾ? കേരളത്തിലടക്കം വലിയ തോതിൽ ഹമാസ് ആരാധകരുണ്ട് എന്ന വിവരം ഇനി ഇസ്രയേലും മനസ്സിലാക്കിയോ? ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത പല ദീർഘദൂര യാത്രകൾക്കും ഇത്തരം സാറ്റലൈറ്റ് ഫോണുകൾ വിദേശ രാജ്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നു. കൊടുങ്കാടുകളിലേക്കുള്ള ട്രെക്കിംഗ്, വലിയ പർവ്വതങ്ങളിലേക്കുള്ള ട്രെക്കിംഗ് തുടങ്ങിയ സംഭവങ്ങളിലൊക്കെ സാറ്റലൈറ്റ് ഫോണിൻ്റെ സഹായമാണ് അവർ തേടാറുള്ളത്. വലിയ കടൽ യാത്രകളിലും സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കുന്നു. ഏറ്റവും വിദൂരമായ മലമുകളിലേക്ക് ഹൈക്കിംഗ് നടത്തുന്നവരൊക്കെ മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ സാറ്റലൈറ്റ് ഫോണുകളാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. താൻ നിർദോഷമായാണ് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചത് എന്ന് ഇസ്രയേലി പൗരൻ പോലീസിനോട് വിശദീകരിക്കുന്നു. എന്നാൽ ഇസ്രയേലി പൗരന് മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ, ഉദ്ദേശമുണ്ടോ എന്ന് NIA ഇപ്പോൾ വ്യക്തമായി പരിശോധിക്കുന്നു. നാളുകൾക്ക് മുൻപ് തേക്കടിയിലേക്ക് വന്ന ഒരു ഇസ്രയേലി ദമ്പതികൾക്ക് സംഭവിച്ച ദുരന്തം ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട്. തേക്കടിയിൽ ഒരു കടയിലേക്ക് ഇസ്രയേലി പൗരർ ഒരു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്നു. ഒരു കാശ്മീരി നടത്തുന്ന കടയിലേക്കാണ് ഇസ്രയേലി പൗരന്മാർ വന്നിറങ്ങിയത്. ആ കടയ്ക്ക് ചുറ്റുമുള്ള കടകളിലൊക്കെ നടന്ന് അവർ കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഇതിനിടെ ഈ കാശ്മീരിയുടെ കടയിലേക്ക് എത്തി. ഇസ്രയേലി എന്ന് പറഞ്ഞതോടെ സാധനം തരില്ല എന്ന് നിലപാടെടുത്തു കടയുടമ. ഇസ്രയേലി പൗരനോടും ഭാര്യയോടും ഇറങ്ങിപ്പോകാനും ഇയാൾ ആവശ്യപ്പെട്ടു. തുടർന്ന് പുറത്തിറങ്ങിയ ഇസ്രയേലി സ്വദേശികൾ തൊട്ടടുത്ത കടക്കാരനോട് കാര്യങ്ങൾ വ്യക്തമാക്കി. ഇതിനിടെ ഇവരെ ഇവിടെയാക്കി ജ്യൂസ് കുടിക്കാൻ പോയ ഓട്ടോറിക്ഷക്കാരനുമെത്തി. പ്രശ്നമറിഞ്ഞ് നാട്ടുകാർ തടിച്ചുകൂടി. കേരളത്തിന് നാണക്കേടാകുമെന്നും മാപ്പ് പറയണമെന്നും കാശ്മീരിയോട് ആവശ്യപ്പെട്ടു. ഒടുവിൽ കടക്കാർ മാപ്പ് പറഞ്ഞു. ഈ വീഡിയോ വൈറലായതോടെ അന്വേഷണത്തിന് പോലീസും ഇന്റലിജൻസും റോയുമൊക്കെ ഇറങ്ങി. വ്യാപാരികൾ ഇസ്രയേലി ദമ്പതികളെ അപമാനിച്ച സംഭവത്തിൽ കട്ടയ്ക്ക് നിലപാടെടുത്തതോടെ കാശ്മീരി ചുരുണ്ടുകൂടി. സാധനങ്ങൾ വാങ്ങാനെത്തിയവർ ഇസ്രയേലി സ്വദേശികളാണ് എന്ന് തിരിച്ചറിഞ്ഞാണ് കടയുടമകൾ അപമാനിച്ചത്. ഈ പ്രശ്നങ്ങളുടെ വീഡിയോ കേരളത്തിൽ വൈറലായി. നയതന്ത്ര തലത്തിലെ ഇടപെടൽ കേന്ദ്ര ഏജൻസികളും തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് വിവരശേഖരണത്തിന് IBയും റോയുമൊക്കെ തേക്കടിയിലെത്തിയത്. കട നടത്തിപ്പുകാരുടെ ചരിത്രവും പശ്ചാത്തലവും ഒക്കെ IBയും റോയും ശേഖരിച്ചു. പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി. ഇസ്രയേൽ എംബസി ഇതിനിടയിൽ ഈ വിവാദം ശ്രദ്ധിച്ചു. നാട്ടുകാരുടെ പിന്തുണ തങ്ങൾക്ക് കിട്ടിയതിൽ അതീവ സന്തുഷ്ടരാണ് എന്ന് ഇസ്രയേലി ദമ്പതികളെന്ന് പറഞ്ഞിരുന്നു. കേരളത്തിൽ വിനോദസഞ്ചാര ലക്ഷ്യത്തോടെയാണ് ഈ ദമ്പതികൾ എത്തിയത് എന്ന് പോലീസും തിരിച്ചറിഞ്ഞു. ടൂറിസം വകുപ്പും വിവാദത്തെ ഗൗരവത്തിലെടുത്തു. തുടർന്ന് കാശ്മീരിയുടെ കട അടയ്ക്കുന്നതിൽ വരെ എത്തി കാര്യങ്ങൾ. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലാണ് ഇത്തരം ആവാസങ്ങളൊക്കെ അരങ്ങേറിയത്, പലതും ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ പേരിൽ. എന്നാൽ സാറ്റലൈറ്റ് ഫോണുമായി രംഗത്തെത്തിയ ഇസ്രയേലി തനിക്കൊരു അബദ്ധം പിടഞ്ഞതാണ് എന്ന് പോലീസിനോട് തുറന്നു പറഞ്ഞു. കേരളത്തിൽ ഇതിന് അനുമതി ലഭിക്കില്ല, ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഫോൺ നിരോധിച്ചിരുന്നു എന്ന വിഷയമൊന്നും തനിക്കറിയില്ലത്രേ. NIAയുടെ നേതൃത്വത്തിൽ കൂടുതൽ പരിശോധനകൾ ഇപ്പോൾ തുടരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.